ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യം ആണ് ഉള്ളത്. എന്നാൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്താകും എന്നതിന് ഇനിയും കാത്തിരിക്കണം. തിങ്കളാഴ്ചയാണ് പ്രതികൾക്കുള്ള ശിക്ഷ എന്ത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. 1 മുതൽ 9 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. BJP നേതാവ് കെ രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, 19 വർഷത്തിന് ശേഷം ആണ് വിധി പ്രസ്താവം വരുന്നത്. ശിക്ഷ എന്ത് എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ 9 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. അതായത് ഏതാണ്ട് പ്രതികൾ എല്ലാവരും കുറ്റക്കാർ എന്ന് തന്നെയാണല്ലോ. 12 പ്രതികൾ ഉണ്ടായിരുന്നു, അതിൽ 2 പേർ മരണപ്പെട്ടു, ബാക്കി 10-ൽ 9 കുറ്റക്കാർ എന്ന് കണ്ടെത്തുകയാണല്ലോ കോടതി. ഈ കോടതിയുടെ നിരീക്ഷണം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം സൂരജിന്റെ കൊലപാതകം, സൂരജ് ഒരു CPM അനുഭാവിയായിരുന്നു. 2005-ലാണ് സൂരജിനെ കൊലപ്പെടുത്തുന്നത്. അതെ, സൂരജ് ഒരു CPM അനുഭാവിയായിരുന്നു. CPM നിന്നും മാറിയതിന് ശേഷമാണ് സൂരജിനെതിരെ ഒരു വലിയ രീതിയിൽ അക്രമം നടത്തി. 2 കാലും അടിച്ചു പൊളിച്ചു. ഏകദേശം 6 മാസത്തോളം സൂരജ് കിടപ്പിലായിരുന്നു. അതിനുശേഷം മെല്ലനെ നടക്കാൻ തുടങ്ങിയ സമയത്താണ് വീണ്ടും ഈ ഒരു കൊലപാതകം 2005-ൽ ഈ ഒരു കൊലപാതകം, മൃഗീയമായ ഒരു കൊലപാതകം നടത്തുന്നത്. ഇന്ന് കോടതി നിരീക്ഷിച്ച പ്രഭാകരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ വലിയൊരു ഗൂഢാലോചന നടത്തി പുറത്തുള്ള കുറെ ക്രിമിനൽ സംഘത്തെ, CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ നിരവധി ആളുകളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവർ നിരന്തരമായി ഉപയോഗിക്കുന്ന ടീമിനെ തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, രജീഷ് KT ജയകൃഷ്ണൻ മാസ്റ്റർ കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയാണ് രജീഷ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ നിരവധി ആളുകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നാരായണൻ. അദ്ദേഹം കൂത്തുപറമ്പ് സ്വദേശിയാണ്. വെണ്ടുട്ടായി സത്യൻ എന്ന് പറയുന്ന ഒരു കൊലപാതകം മാത്രമല്ല, വെണ്ടുട്ടായി സത്യൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ തലയറുത്ത് ആ തല ദേഹത്ത് വെച്ച ഒരു ചിത്രം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു മൃഗീയമായ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത കൊലപ്പെടുത്തിയ ആളാണ് നാരായണൻ എന്ന് പറയുന്ന ഈ ക്രിമിനൽ ടീം. ഇങ്ങനെ വലിയൊരു ടീമിനെ കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ ചില നേതാക്കന്മാർ വളർത്തി അവരെ പോറ്റി വളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ എല്ലാ കൊലപാതകത്തിന്റെ പിറകിൽ ഇവർ തന്നെയാണ്. പലപ്പോഴും ഇവരെ ആരും തന്നെ തിരിച്ചറിയാതെ വരുന്നു. പോലീസിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല കേസുകളിൽ ഇവിടെ രക്ഷപ്പെടുകയാണ്. വെള്ളുട്ടായി സത്യന്റെ കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ണൂരിൽ മാത്രമല്ല കേരളം മുഴുവൻ ചർച്ച ചെയ്തിരുന്നു. ഒരു മനുഷ്യന്റെ തലയറുത്ത് ദേഹത്തെ വെച്ചൊരു കൊലപാതകമായിരുന്നു. ആ കേസിൽ നാരായണൻ ഉൾപ്പെട്ടതായിരുന്നു. പക്ഷെ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചില ആളുടെ സ്വാധീനം സാധിച്ച് അന്ന് നാരായണനെ കേസിൽ നിന്ന് ഒഴിവാക്കി. കാരണം പല കേസുകളിലും നാരായണനെയും രജീഷിനെയും എല്ലാം തന്നെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. ഇവരെ കൊലപാതകം നടത്തും, അവര് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതേപോലെയുള്ള ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സൂരജിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും മൃഗീയമായ കൊലപാതകമായിരുന്നു സൂരജിന്റെ കൊലപാതകം. സൂരജിനെ കൊലപ്പെടുത്തുക മാത്രമല്ല, സൂരജിന്റെ മൃതശരീരം മറവ് ചെയ്ത കല്ലറ പോലും അവിടെ വെക്കാൻ അനുവദിച്ചില്ല. കല്ലറ പോലും നിരന്തരം കല്ലറ പൊളിക്കുന്ന ഒരു സാഹചര്യം പോലും മുടപ്പിലങ്ങാട് സൂരജിന്റെ മൃതശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ലായിരുന്നു. അപ്പൊ ഈ കേസിലെ പ്രതികളെ സംബന്ധിച്ചോളം കൃത്യമായി ഇവർ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് പരമാവധി ശിക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് ബിജു വിളക്കുഴി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ബിജു, ഇതിലിപ്പോൾ ഒരു പ്രതി മാത്രമാണ് കുറ്റക്കാരനല്ല എന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരനടക്കം കുറ്റക്കാരനാണ് എന്നാണ് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ശിക്ഷ എന്തെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. പരമാവധി ശിക്ഷയാണോ പ്രതീക്ഷിക്കുന്നത്? പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് കൊടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിനേറ്റ ഒരു പ്രഹരമായിട്ടാണ് ഈ ഒരു കണ്ടെത്തലിനെ BJP നോക്കിക്കാണുന്നത്. നമുക്കറിയാം, പാവപ്പെട്ട ഒരു BJP പ്രവർത്തകനായിരുന്നു സൂരജ്. CPM പ്രവർത്തകനായ സൂരജ് CPM രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് RSSനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാരകമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. അങ്ങനെ പരിക്കേറ്റ് വീട്ടിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് വീണ്ടും വന്ന് മാർക്സിസ്റ്റ് ക്രിമിനലുകൾ സൂരജിനെ കൊല ചെയ്തത്. ഒരു നിഷ്ഠൂരമായിട്ടുള്ള
ഒരു കൊലപാതകമായിരുന്നു സൂരജിന്റേത്. സൂരജിന്റെ പ്രതികൾക്ക് കൊടുത്തിട്ടുള്ള ഈ കണ്ടെത്തിയിട്ടുള്ള കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ ഈ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പരമാവധി ശിക്ഷ കൊടുത്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയം അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിപ്രായപ്പെടാനുള്ളത്.